ജാൻ, എന്തിനാ ഇപ്പോൾ വിഷമിക്കുന്നേ? എല്ലാം ശരിയാകും. അത് ജെറിക്ക് മനസ്സിലാവില്ല. നമ്മുടെ ജീവനെ പോലെ സ്നേഹിച്ച ഒരാളുടെ ചതി, അത് നമ്മുടെ മരണത്തിന് തുല്യമോ? എന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടേയില്ല. സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇച്ചൻ അതുപോലെയായിരുന്നു. എൻ്റെ കുഞ്ഞു കുഞ്ഞു വാശിക്കും കുഞ്ഞു കുഞ്ഞു ആഗ്രഹത്തിനും ഒരേപോലെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു. എനിക്കെന്തേലും സംഭവിച്ചാൽ, എന്തിന്, നിസ്സാരം ഒരു പനി വന്ന ഇച്ചൻ്റെ ടെൻഷൻ, പിന്നെ എനിക്ക് നൽകുന്ന കെയർ, ഞാൻ വിശ്വസിച്ചു പോയി ജെറി. ഇത്രയൊക്കെ ചെയ്യുമ്പോഴും എന്നോട് വലിയൊരു കരുണ ഇച്ചൻ കാണിച്ചു. ഫിസിക്കൽ റിലേഷൻ, എൻ്റെ അനുവാദമില്ലാതെ അതിലേക്ക് കടന്നിട്ടില്ല. അതായിരിക്കും ഒരുപക്ഷെ ഞാൻ പൂർണ്ണമായും ഇച്ചനെ വെറുക്കാതിരിക്കാനുള്ള കാരണം. അന്ന് ഇച്ചനൊന്ന് മനസ്സ് വച്ചിരുന്നേ ഞങ്ങൾക്കിടയിൽ അതും സംഭവിക്കുമായിരുന്നു. അത്രമേൽ അടുത്തു പോയിരുന്നു എൻ്റെ മനസ്സ്. എങ്കിലിന്ന് ഞാൻ ഈ ഭൂമിയിൽ കാണുമായിരുന്നില്ല. എൻ്റെ അന്നത്തെ അവസ്ഥ ജെറിക്ക് ഊഹിക്കാൻ കഴിയുമോ? എനിക്ക് സ്നേഹിക്കാൻ ഇച്ചൻ മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ അതൊക്കെ എന്നോട് പകരം വീട്ടാനായിരുന്നു എന്നറിഞ്ഞപ്പോൾ ആ നിമിഷം എൻ്റെ ഹൃദയം നിലച്ചതുപോലെ ആയിരുന്നു. ഫ്ലാഷുകളുടെ വെളിച്ചം ഇന്നും എനിക്ക് ഭയമാണ്. ആ നിമിഷം മരിച്ചു പോയെങ്കിലെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയിരുന്നു. എൻ്റെ അപ്പുവേട്ടനാ എന്നെ പിടിച്ചു നിർത്തിയത്. ആരാ ഈ അപ്പുവേട്ടൻ? അവളൊന്ന് ചിരിച്ചു. ദൈവോ? ജെറി ദൈവത്തെ കണ്ടുണ്ടോ? എവിടെ? ഇവിടെ, എൻ്റെ വല്യപ്പച്ചൻ്റെ രൂപത്തിൽ. ആ അതെ, അതുപോലെ എൻ്റെ കുഞ്ഞു ജീവിതത്തിൽ എൻ്റെ മുന്നിൽ അവതരിച്ച ദൈവമാണ് എൻ്റെ അപ്പുവേട്ടൻ. എവിടെയായിപ്പോയി അയാളുടെ അപ്പുവേട്ടൻ? നാട്ടിൽ. എനിക്ക് വേണ്ട ഉപദേശവും ധൈര്യവും തരുന്നത് എൻ്റെ അപ്പുവേട്ടനാ. ജാനിൻ്റെ ഫ്രണ്ടാണോ? അതോ റിലേഷനിലാരെങ്കിലും? അല്ലല്ല, അപ്പുവേട്ടൻ എന്നയാൾ എൻ്റെ ആരുമല്ല. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയൊരു വ്യക്തി, ഞാനിന്ന് ജീവനോടിരിക്കാൻ തന്നെ കാരണമായ ആൾ. അപ്പുവേട്ടനെന്ന് ഞാൻ വിളിക്കുന്നെങ്കിലും ആളുടെ പേര് അഫ്സൽ ഖാൻ മുനീർ എന്നാണ്. ജാൻ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഫാമിലിയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഇപ്പതേ ഇതും. എല്ലാം അറിയാൻ എനിക്ക് ക്യൂരിയോസിറ്റി കൂടുന്നുണ്ട്. അതൊക്കെ ഞാൻ ഒരു ദിവസം പറയാം. ഇപ്പം തന്നെ സമയം ഒരുപാടായി. നാളെ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്. എവിടെ? എസ്ആനെ കൺസ്ട്രക്ഷൻസ്. എപ്പോഴാ? രാവിലെ 10:30. ഓക്കെ, എന്നാൽ ഞാൻ പോയി കിടക്കട്ടെ. ജെറി പോയതും കിച്ചൺ ഒതുക്കി അവൾ റൂമിലേക്ക് നടന്നു. സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയപ്പോഴാണ് ജെറിക്ക് ബോധോദയം ഉദിച്ചത്. ജെറി, നീ ഇതെങ്ങോട്ടാ തള്ളിക്കയറി പോണേ? ആ ചെകുത്താൻ്റെ മടയിലേക്കോ? എന്നാ ഇനി നിനക്ക് റെസ്റ്റ് ഇൻ പീസ് ആയിരിക്കും. അതുകൊണ്ട് തൽക്കാലം വല്യപ്പച്ചൻ്റെ റൂമിലേക്ക് കുടിയേറി പാർത്തോ. അതാ എന്തുകൊണ്ടും നല്ലത്. ഉറങ്ങിക്കാണുമോ ആവോ? അവൻ നേരെ ചെന്ന് അയാളെ കെട്ടിപ്പിടിച്ചു കിടന്നു. എന്താടാ, മുകളിൽ പോയില്ലേ? എന്നെ അത്ര പെട്ടെന്ന് മുകളിലോട്ട് വിടാനാണോ? എന്താടാ ചെക്ക നിനക്ക്? എൻ്റെ വല്യപ്പച്ച, ഞാൻ അങ്ങോട്ട് ചെന്നാലേ ഇന്നവനെ പച്ചയ്ക്ക് തിന്നും. അവനിപ്പോ ഈ ആനക്കാട്ടിൽ തറവാട്ടിലെ സൈക്കോയാ. അപ്പൊ ജാൻവിയോ? അവളാണ് ഈ തറവാട്ടിലെ നാഗവല്ലി. രണ്ടും കൂടി ഇതൊരു മാടമ്പള്ളിയാക്കും. രണ്ടിനും വേണ്ടി ജീവൻ കൊടുക്കാൻ തീരുമാനിക്കപ്പെട്ട ഒരു ഡാൻസുകാരനില്ലേ, അതാ ഞാൻ. അപ്പോൾ ഞാനോടാ ജെറി? അതിപ്പോ ഈ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെയാ പറയാ? വല്യപ്പച്ചൻ ഊഹിച്ചങ്ങെടുത്തോ. ഞാൻ ഉറങ്ങി. അവൻ്റെ പറച്ചിൽ കേട്ട വല്യപ്പച്ചൻ ഉറക്കെ ചിരിച്ചു. കണ്ണും പൂട്ടി കുഞ്ഞുങ്ങളെ പോലെ കിടക്കുന്ന അവനോട് അയാൾക്ക് വല്ലാത്ത വാത്സല്യം തോന്നി. അയാൾ അവനെ നെഞ്ചോട് ചേർത്ത് നെറുകയിൽ ചുണ്ടുകൾ അമർത്തി. കണ്ണുകൾ അടച്ചു തന്നെ അവനെത്തി അയാളുടെ നെറ്റിയിലും ഒന്ന് മുത്തി.
അയാളുടെ ചുടിയിൽ പുഞ്ചിരി വിരിഞ്ഞു. അവർ സമാധാനത്തോടെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഇവനിതെന്താ വരാത്തത്? വാതിലിലേക്ക് നോക്കി അക്ഷമനായിരിക്കുന്ന ഇഷാൻ. അവനിട്ട് 2 എണ്ണം കൊടുത്തില്ലേ എനിക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റില്ല. എൻ്റെ മുന്നിൽ വെച്ച് തന്നെ വേണം അവനവളോട് കൊഞ്ചാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ തിണ്ടിയോട് എനിക്കതൊന്നും ഇഷ്ടമല്ലെന്ന്. എന്നിട്ടും അവൻ്റെ സൂക്കേട് മാറ്റിക്കൊടുക്കാം. വരട്ടെ ഇങ്ങ്. ക്ലോക്കിലേക്ക് നോക്കിയ ഇഷാന്റെ മുഖം ചുരുങ്ങി. ഇതുവരെ യുക്കി തിണ്ടി എഴുന്നേളില്ല. ഇപ്പോഴും അവർ സംസാരിച്ചുകൊണ്ടിരിക്കുവാണോ? ഒന്ന് നോക്കിയിട്ട് വന്നാലോ? അതാ നല്ലത്. മെല്ലെ സ്റ്റെപ്പിറങ്ങി അവൻ ഇരുട്ടിലേക്കിറങ്ങി. എല്ലാരും ഉറക്കമായോ? അപ്പാത്തിണ്ടി മനഃപൂർവ്വം വരാത്തതാ. അവനറിയാം നല്ല ഇടി കിട്ടുമെന്ന്. അതാ മുങ്ങിയത്. ഈശോയെ, ഇനി അവളുടെ റൂമിലെങ്ങാനും. അതിനുള്ള ചാൻസ് കുറവാ. വല്യപ്പച്ചൻ്റെ കൂടെ കാണും. നാളെ ഞാൻ നിന്നെ എടുത്തോളാടാ യുക്കെ തിണ്ടി. അവൻ തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ ജാൻവിയുടെ റൂമിലേക്ക് ഒന്ന് പാളി നോക്കി. ഉറങ്ങിക്കാണുമോ? ഒന്ന് നോക്കിയാലോ? അവൻ അവളുടെ റൂമിന് മുന്നിലെത്തി. ഉറങ്ങിയില്ലെങ്കിൽ എങ്ങനെ അവളെ പറഞ്ഞു മനസ്സിലാക്കണം? അവൻ ഡോർ മെല്ലെ തള്ളി നോക്കി. ലോക്കാണ്. എന്നെ ഉദ്ദേശിച്ച് മാത്രമാകും ലോക്കിട്ടത്. മറ്റെല്ലാവരും അവളുടെ പ്രിയപ്പെട്ടവരാണല്ലോ, ആ തിണ്ടി ഉൾപ്പെടെ. ചവിട്ടിക്കുലുക്കി അവൻ സ്റ്റെപ്പ് കയറി. മമ്മി. രാവിലെ അവൻ റാഹേലിൻ്റെ റൂമിന് പുറത്തെത്തി നിന്ന് വിളിച്ചു. റാഹേൽ അത് കേട്ടതായി പോലും ഭാവിച്ചില്ല. മമ്മി, എന്നോട് സംസാരിക്കും മമ്മി. എനിക്കിങ്ങനെ പറ്റുന്നില്ല മമ്മി. എന്നോട് ക്ഷമിക്കും മമ്മി. ഞാനിനി ഒരു തെറ്റും ചെയ്യില്ല. അവർ മെല്ലെ എണീറ്റ് ബാത്റൂമിലേക്ക് നടക്കാൻ തുടങ്ങി. കാല് മടങ്ങാതെ അവർ വീഴാൻ തുടങ്ങി. മമ്മി! ഇഷാൻ പെട്ടെന്ന് അവരെ പിടിച്ചു. വിടടാ! അവർ പൊട്ടിത്തെറിച്ചു. മമ്മി, ഞാൻ മമ്മി വീഴാതെ. അവർ പുച്ഛത്തോടെ ചിരിച്ചു. വേണ്ട, അങ്ങനത്തെ ഒരു സഹായവും എനിക്ക് വേണ്ട. ഞാൻ വീണാലും മരിച്ചാലും നിനക്കെന്താ? നീ എൻ്റെ ആരുമല്ല. ഇനി എൻ്റെ കൺമുന്നിൽ വന്നേക്കരുത്. പോ, ഇറങ്ങിപ്പോ എൻ്റെ മുറിയിന്നും. അവർ അലറി വിളിച്ചു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അത് കണ്ടതും അവർ പെട്ടെന്ന് മുഖം തിരിച്ചു. അവൻ അവരെ ഇരുത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മുറിയിൽ ചെന്നവൻ സിഗരറ്റ് പാക്കറ്റ് തപ്പി. തൻ്റെ കബോർഡിൽ നിന്നും ഒന്നും കാണാത്തത് അവനെ സംശയത്തിലാഴ്ത്തി. അവൻ പെട്ടെന്ന് താഴേക്ക് കുതിച്ചു. എടീ! കിച്ചണിൽ ചെന്നലറിയതും തിരിഞ്ഞു പോലും നോക്കാതെ നിൽക്കുന്ന ജാൻവി. അവന് വിറഞ്ഞു കയറി. എടീ, എൻ്റെ സിഗരറ്റ് എവിടെ? അവൾ മറുപടി പറഞ്ഞില്ല. എടി, നിന്നോടാ ചോദിച്ചത്. എൻ്റെ റൂമിലിരുന്ന സിഗരറ്റ് പാക്കറ്റുകൾ എവിടെ? അവളുടെ മറുപടി കേൾക്കാഞ്ഞത് അവനെ വല്ലാതെ ദേഷ്യത്തിലാക്കി. അവൻ അവളെ വലിച്ചു തിരിച്ചു. നിന്നോടാ ചോദിച്ചത്, എൻ്റെ സിഗരറ്റ് എവിടെ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെയും തിരിഞ്ഞു നിന്നു. ഓ, നിന്റെ വായിൽ നാക്കില്ലേ? അതോ നിന്റെ ചെവി അടഞ്ഞു പോയോ? എവിടെ എൻ്റെ സിഗരറ്റ്? അവളുടെ ചെവിയിലേക്ക് അവൻ ഉറക്കെ ചോദിച്ചു. ദേഷ്യം വന്ന അവൾ പുട്ടിന് നനയ്ക്കാൻ വച്ചിരുന്ന പച്ചരിപ്പൊടി അവൻ്റെ തല വഴി അങ്ങ് കമിഴ്ത്തി. ഞെട്ടിപ്പോയി അവൻ. അവൾ അവനെ നോക്കി. അരിപ്പൊടിയിൽ മുങ്ങിയ രൂപം. എടീ! അവൻ വാ തുറന്നതും പൊടി പറന്നു. ചിരിച്ചു പോകുമെന്നോർത്ത് അവൾ വേഗം അവിടുന്ന് റൂമിലേക്ക് പോയി. ജാൻ, കോഫി. അയ്യോ പ്രേതം! കിച്ചണിലേക്ക് കയറി വന്ന ജെറി കാറിപ്പോയി. എടക്കഴുതേ, പ്രേതമൊന്നുമല്ല, ഞാനാ. ഇഷാൻ തല കുടഞ്ഞു. ഹേ, നീയോ? ഇതെന്താടാ, രാവിലെ നീ കുളിച്ചത് മാവിലാണോ? ചോദിച്ചുകൊണ്ട് ജെറി ചിരിക്കാൻ തുടങ്ങി. എടാ, എൻ്റെ സമനില തെറ്റി നിൽക്കുക. എൻ്റെ മുന്നിൽ നിളിച്ചാലുണ്ടല്ലോ, ഇവിടെയുള്ള സകല പൊടികളും നിന്റെ തലമണ്ട ഞാൻ കമിഴ്ത്തും. ഇഷാൻ മുരണ്ടു. സ്വിച്ചിട്ടതുപോലെ അവൻ്റെ ചിരി നിന്നു.
വല്യപ്പച്ചോ, ഓടി വായോ, കിച്ചണിൽ അരിപ്പൊടി ഭൂതം. ഉറക്കെ വിളിച്ചുകൊണ്ട് ജെറി പുറത്തേക്ക് പാഞ്ഞു. ഈ തെണ്ടി! ഇഷാൻ വേഗം കിച്ചണിൽ നിന്നും പുറത്തേക്ക് ചാടി. റൂമിലെത്തിയ അവൻ നേരെ ബാത്റൂമിൽ കയറി ഷവർ ഓണാക്കി. അവളുടെ മുന്നിൽ അരിപ്പൊടിയായത് എൻ്റെ ഭാഗ്യം. മുളക് പൊടിയോ ചായയോ വല്ലതോ ആയിരുന്നെങ്കിൽ എൻ്റെ ഈശോയേ. ഇഷാൻ ചെല്ലുമ്പോൾ ജാൻവി റൂമിലേക്ക് പോകുന്നതാണ് കണ്ടത്. അവൻ നേരെ കിച്ചണിൽ കയറി. എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. അവൻ ചുറ്റും നോക്കി. ഇവളിന്ന് കോഫി ഇട്ടില്ലേ? ഓ, അപ്പോൾ എല്ലാവരും കോഫിയൊക്കെ കുടിച്ചു കഴിഞ്ഞു. മനഃപൂർവ്വം എനിക്ക് തരാത്തതാ. അവൻ മുഖമേറ്റി നേരെ പോയി അവളുടെ ഡോറിൽ മുട്ടി. അവൾ ഡോർ തുറന്നു. മുന്നിൽ അവനെ കണ്ടതും അവളുടെ മുഖം ഇരുണ്ടു. എൻ്റെ കോഫി എവിടെ? എനിക്ക് രാവിലെ കോഫി കിട്ടിയില്ല. ഞാൻ കിച്ചൺ പൂട്ടി തലയിൽ ചുവന്നിട്ടില്ല. ആവശ്യമുള്ളവർക്ക് എന്തും ഉണ്ടാക്കാം. എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. അവൾ ഡോർ വലിച്ചടച്ചു. അവൻ ദേഷ്യത്തിൽ കിച്ചണിൽ പോയി. അങ്ങനെ വിട്ടുകൊടുക്കില്ല. ഞാനുണ്ടാക്കും കോഫി. അവൾ എന്താ വിചാരിച്ചത്? എനിക്കിതൊന്നും അറിയില്ലെന്നോ? അവൻ വേഗം കോഫി ഇടാനുള്ള പാത്രം നോക്കി. ആ, ഇതേ മതി. അവൻ പാലൊഴിച്ച് അടുപ്പിൽ വെച്ചു. കോഫി പൗഡറും പഞ്ചസാരയിട്ട് തിളപ്പിക്കാൻ വെച്ചു. പിന്നെ വെയിറ്റ് ചെയ്ത് നിന്നു. ജാൻ, റെഡിയായോ? ജെറിയുടെ ശബ്ദം കേട്ടതും അവൻ തിരിഞ്ഞു. ആ സെക്കൻഡിൽ പാൽ തിളച്ചു തൂകി. അയ്യോ, എൻ്റെ കോഫി! ഈ തെണ്ടിയെ ഞാൻ! അവൻ കയ്യിലിരുന്ന ഗ്ലാസ് ജെറിക്ക് നേരെ എറിഞ്ഞു. ജെറി അത് ക്യാച്ച് ചെയ്ത് അവനെ നോക്കി ഉരുക ഉയർത്തി. നോക്കടാ തെണ്ടി, എൻ്റെ കോഫി മുഴുവൻ പോയി. അത് സാരമില്ല, നീ വേറെ ഉണ്ടാക്കിക്കോ. പാല് നിന്റെ തന്ത കൊണ്ട് തരുമോ? ഓ മാൻ, അങ്ങ് പരലോകത്ത് മിൽക്ക് സപ്ലൈ ഉണ്ടോ മാൻ? ഇഷാൻ മുഖം വീർപ്പിച്ചു. ജെറി ചിരിയോടെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ തോളിൽ കൈയിട്ടു. ഡാ ശ്യാമു, കോഫി ഇങ്ങനെ ഉണ്ടാക്കരുത്. പാല് തിളപ്പിച്ച് മാറ്റി അതിലേക്ക് വേണം കോഫി പൗഡർ ആഡ് ചെയ്യാൻ. അല്ലാതെ സാമ്പാർ ഉണ്ടാക്കും പോലെ എല്ലാം അടുപ്പിൽ വെച്ച് തിളപ്പിക്കണ്ട കേട്ടോ. പോടാ, ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്യും. എങ്കിലേ മോന് നിന്ന് കുടിച്ചേ, ഒന്ന് നോക്കട്ടെ. ജെറി ബാക്കി വന്ന കോഫി ഗ്ലാസ്സിൽ പകർന്നു കൊടുത്തു. അതിനെന്താ, എങ്ങനെയായാലും കോഫി കുടിച്ചാ പോരെ? അവനൊന്ന് രുചിച്ചു. അയ്യേ, ഇതെന്താ ഇങ്ങനെ? അവൻ്റെ മുഖം ചുളിഞ്ഞു. എന്താടാ? എന്ത്? അല്ല, നിന്റെ മുഖം വവ്വാൽ ചപ്പിയ പേരയ്ക്ക പോലെ ആയത്. എടാ കോപ്പേ, നീ പോയേ. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ. ഞാനൊന്നും പറയുന്നില്ലേ. അവൻ പോയതും ഇഷാൻ കോഫി പുറത്തേക്ക് ഒഴിച്ചു കളഞ്ഞു. ഒളിഞ്ഞു നോക്കിയ ജെറി ചിരിയോടെ നടന്നുപോയി. കിച്ചണിലേക്ക് വന്ന ജാൻവി തലയ്ക്ക് കൈയും കൊടുത്ത് നിൽക്കുന്ന ഇഷാനെ കണ്ട് മുഖം ചുളുക്കി. ഗ്യാസ് അടുപ്പിന് ചുറ്റും വീണ് കിടക്കുന്ന പാല് കണ്ടതും അവളുടെ മുഖം ഇരുണ്ടു. ഡോ, ഞാൻ ക്ലീനാക്കി ഇട്ടുന്നത് പോലെ ആക്കി ഇട്ടോണം. ഇല്ലാതെ ഇവിടുന്ന് പോയാ അമ്മിക്കല്ലെടുത്ത് ഞാൻ തലയിലടിക്കും, ഓർത്തോ. അവൻ്റെ മറുപടി കാക്കാതെ അവൾ തിരിച്ചുപോയി. എൻ്റെ ഈശോയെ, വേണ്ടാത്ത പണിയായിപ്പോയി. സോഫയിലേക്ക് ചാരിയിരുന്ന് ചൂട് കോഫി ഊതി ഊതി കുടിക്കുന്നത്ര എളുപ്പമല്ല കോഫി ഉണ്ടാക്കുന്നത്. ഇനി എന്തൊക്കെ തിരിച്ചറിയാൻ കിടക്കുന്നു. വൃത്തിയാക്കി ഇട്ടേക്കാം. വെറുതെ അവളുടെ കൈക്ക് പണിയുണ്ടാക്കണ്ട. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ദേഷ്യപ്പെടുമ്പോൾ എൻ്റെ പെണ്ണിന് പ്രത്യേക ഒരു ഭംഗിയാ. ക്ലീനിങ്ങും കഴിഞ്ഞ് ഹാളിലേക്ക് ചെല്ലുമ്പോൾ അവൻ്റെ കാതിൽ വീണതോ അതിലും വലുത്. ജെറി, എന്താ ജാൻ? എന്നെ ടൗണിൽ വരെ ഒന്നാക്കി തരുമോ? അതിനെന്താ ജാൻ, കീ എടുത്തിട്ട് വരാം. ജെറി, കാറ് വേണ്ട, വല്യപ്പച്ചൻ്റെ എൻഫീൽഡ് മതി. എനിക്കതാ കൂടുതൽ ഇഷ്ടം. അടിപൊളി, ദാ വരുന്നു. ഹേ, ബുള്ളറ്റിലോ? അതും അവൻ്റെ കൂടെ? ഇഷാൻ ഞെട്ടിപ്പോയി. അവൻ വേഗം ജെറിയുടെ സ്വരം കേട്ട ഭാഗത്തേക്ക് നോക്കി.
മുട്ടിന് മുകളിൽ നിൽക്കുന്ന നിക്കറും സ്ലീവ്ലെസ് ബനിയനും ഇട്ട് വിരലിൽ കീയും കറക്കി വരുന്ന ജെറിയെ കണ്ടതും ഇഷാന്റെ മുഖം കടന്നൽ കുത്തിയതുപോലെ വീർത്തു. അവൻ ഒറ്റ ചാട്ടത്തിന് ജെറിയുടെ മുന്നിൽ കയറി. എന്താ ശ്യാമു? എടാ കോപ്പേ, നീ ഇതെന്താ ബീച്ചിലേക്കോ മസാജ് സെന്ററിലേക്കോ മറ്റോ ആണോ പോന്നേ? അതെന്താടാ? ഞാൻ പോകുന്നത് ജാൻ വിളിച്ചിട്ടാ. ആണല്ലോ, അതൊരു പെൺകുട്ടിയാ. അവളോടൊപ്പം പോകുമ്പോ ഇത്തിരി ഡീസൻ്റ് ആയിക്കൂടെ? ജെറി, ആ എന്താ അവിടെ? ജാൻ, ഈ വേഷത്തിന് എനി പ്രോബ്ലം? ഹ, കിട്ടു ലുക്ക്. ജാൻവി വിരൽ കൊണ്ട് ആക്ഷൻ കാണിച്ചു. ഇഷാന്റെ മുഖം ചുളുങ്ങി. ജെറി, അടിപൊളി. ഇനി ഇത് സ്ഥിരമാക്കിക്കോ. എനിക്കിഷ്ടപ്പെട്ടു. ഓക്കെ ജാൻ. കണ്ടോ മാൻ, അവൾക്ക് കുഴപ്പമില്ല. പിന്നെ നിനക്കെന്താ? പിന്നെ പുറത്ത് കാണിക്കാൻ പാടില്ലാത്തത് ഞാൻ മറച്ചിട്ടുണ്ട്. കവളിൽ നെല്ലിക്ക ഉണ്ടാക്കി അവൻ അത് പറയുമ്പോൾ ഇഷാന്റെ മുഖം വിളറി. ചക്കി, ഇതെന്താ ഇവളിങ്ങനെ? എന്താ ജാൻ? നമ്മുടെ ചക്കിതേ ആകെ കിറുങ്ങി നടക്കുന്നു. ഹോ, അതോ? അത് നമ്മുടെ പുതിയ ഷെഫിന്റെ പരീക്ഷണ കോഫി നക്കി കുടിച്ചിട്ടുള്ള വരവാ. ഭാഗ്യം ജീവനോടെയുണ്ട്. ജെറി അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു. ജാൻവി മുഖം വെട്ടിത്തിരിച്ചു. പരീക്ഷണങ്ങൾ പുറത്ത് കളയരുത്, കുഴിച്ചിട്ടോണം, വെറുതെ മിണ്ടാപ്രാണികളെ കൂടി കൊല്ലാനായിട്ട്. ഇഷാൻ വിളറി വെളുത്തുപോയി. ജെറി ഉറക്ക ചിരിച്ചു. പുറത്തെത്തിയ ജെറി എൻഫീൽഡ് സ്റ്റാർട്ട് ചെയ്തു. ഹോ, ഇതിൻ്റെ ഒരു ഫീൽ അതൊന്ന് വേറെ തന്നെയാ. ജാൻവി അകത്തേക്കൊന്ന് നോക്കി. ഇഷാൻ വരുന്നത് കണ്ടതും അവൾ അവൻ്റെ ബാക്കിൽ കയറാൻ തുടങ്ങി. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൾ രണ്ട് സൈഡിലേക്കും കാലിട്ടങ്ങിരുന്നു. ഇഷാന്റെ നെഞ്ചൊന്നിടിച്ചു. അവൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ജെറിയുടെ രണ്ട് തോളിലും കൈവച്ചു. ഇഷാന്റെ നെഞ്ച് ഹൈ സ്പീഡിൽ മിടിച്ചു. ബുള്ളറ്റിൽ തൻ്റെ ശരീരത്തോട് ഒട്ടിച്ചേർന്നിരുന്നുകൊണ്ട് കാതിൽ നുഴഞ്ഞ ജാൻവിയെ ഒരു നിമിഷം അവൻ ഓർത്തുപോയി. അവൻ്റെ മുഖം ദയനീയമായി. അവന് ആ കാഴ്ച കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. ജാൻ, പോകാം. പോകാൻ ജെറി, പറപ്പിച്ചു വിട്ടോ. സ്പീഡ് എനിക്കൊരു ഹര. ഇഷാന്റെ മുഖം വലിഞ്ഞു മുറുകി. അവളെ വലിച്ചിറക്കി ഒരെണ്ണം പൊട്ടിക്കാൻ അവന് തോന്നിപ്പോയി. ജെറി ബുള്ളറ്റ് പറപ്പിച്ചതും ഇഷാൻ ഒറ്റ ഓട്ടത്തിന് മുകളിലെത്തി. കയ്യിൽ കിട്ടിയ ഡ്രസ്സ് വലിച്ചു വാരിയിട്ടുകൊണ്ട് പുറത്തേക്ക് കുതിച്ചു. കാറിൽ കയറി അവർ പോയ വഴിയെ കാറ് പറപ്പിച്ചു. ജാൻവി പിന്നിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. ജാൻ, ലേറ്റായോ? ഇല്ല ജെറി, നീ വിട്ടോ. ഇഷാന്റെ കാർ പാഞ്ഞു വരുന്നത് കണ്ടതും അവളുടെ ചുണ്ടിൽ വല്ലാത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. S&A കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങിന് മുന്നിൽ ജെറി ബുള്ളറ്റ് നിർത്തി. അവൾ ചാടിയിറങ്ങി. ജാൻ, പോയിട്ട് വാ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഇഷാന്റെ കാർ പിന്നിൽ വന്ന് നിന്നതും ജെറി അമ്പരന്നു പോയി. ശ്യാമു, നീയും ഇങ്ങ് വന്നോ? അവൻ ഡോർ തുറന്നു. ആ, എനിക്കിവിടെ ഒരാളെ കാണാനുണ്ട്. ഇവിടെയോ? ആരെ? ഇഷാൻ? ഒരു കിളിനാദം. എല്ലാവരും ഒരുപോലെ തിരിഞ്ഞു. ഇഷാന്റെ മുഖം വിളറിപ്പോയി. അലോണ? ഡാ, ആരടാ അത്? അല്ലു. ജാൻവി അവളെ തുറിച്ചു നോക്കി. എടാ, അല്ലുവിനെ കാണാനാണോ നീ പാഞ്ഞു വന്നത്? പെട്ടെന്ന് അവന് ഒരു ഐഡിയ തോന്നി. പിന്നല്ലാതെ, ഞാൻ പറഞ്ഞില്ലേ ഒരാളെ കാണാൻ വന്നതാണെന്ന്. ഹായ് അല്ലു. അവൻ ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടന്നു. ജാൻവിയുടെ വളിച്ച മുഖം കാണാൻ തിരിഞ്ഞു നോക്കി അവൻ ചമ്മി. അവൾ ചിരിയോടെ ജെറിയോടെ സംസാരിച്ച് അകത്തേക്ക് കയറിപ്പോന്നു. ഷെടാ, വർക്കായില്ല. അവന് നിരാശ തോന്നി.
ഹായ് ഇഷാൻ, പുണ്യാളൻ എന്താ ഇവിടെ? അത് എനിക്ക് വേണ്ടപ്പെട്ടൊരു കുട്ടിയാ. ഇവിടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഒപ്പം വന്നതാ. അതിന് ആ കുട്ടി ആ പയ്യൻ്റെ കൂടല്ലേ വന്നത്? അതെ, അതെൻ്റെ മമ്മിയുടെ ചേച്ചിയുടെ മോനാ, ജെറി. UK വർക്ക് ചെയ്യുന്നേ. ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ആണോ? ഞാനാരെയും കണ്ടിട്ടില്ലല്ലോ. മമ്മി പറഞ്ഞു വീട്ടിൽ വന്നപ്പോൾ ജാൻവി എന്നൊരു കുട്ടിയെ കണ്ടെന്ന്. അതാണോ ആ കുട്ടി? ആ അതെ. ചുമ്മാതല്ല മമ്മിക്ക് കുശുമ്പ് തോന്നിയത്, അവൾ പറഞ്ഞു ചിരിച്ചു. അതെന്താ അങ്ങനെ പറഞ്ഞത്? അതോ, മമ്മി എന്ന് വീട്ടിൽ വന്നിട്ട് ആ കുട്ടിയെപ്പറ്റി തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ കുട്ടിയുടെ കാര്യത്തിൽ എന്തോ ഡൗട്ടൊക്കെ തോന്നുന്നെന്നൊക്കെ. അതെന്താ? ആ അതങ്ങനെയാ, അത് കാര്യമാക്കണ്ട. ആ കുട്ടി നല്ല സുന്ദരിയാണല്ലോ. അപ്പോ മമ്മിക്ക് പലതരം ചിന്തയാ. അവനൊന്നു മൂളി. ശരിക്കും സുന്ദരി തന്നെ. ആ കുട്ടിക്ക് ഇവിടെ തന്നെ ജോലി കിട്ടും. അതെന്താ അത്ര ഉറപ്പ്? അവൾ ചിരിച്ചു. അപ്പം അറിയില്ലേ, ഇതെൻ്റെ പപ്പയുടെ കമ്പനിയാ. ഞാനിപ്പോൾ തന്നെ ഇൻ്റർവ്യൂ ബോർഡിനെ വിളിച്ചോളാം. അയ്യോ, അതൊന്നും വേണ്ട. അവൾ തിരഞ്ഞ ജോലി സ്വീകരിക്കില്ല. ആഹാ, അപ്പോൾ ആള് ഡിഫറെൻ്റ് ആണല്ലേ? ആ അതെ, ശരിക്കും ഡിഫറെൻ്റ്. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണിലെ തിളക്കം അവൾ ശ്രദ്ധിച്ചു. അതവളുടെ മനസ്സിൽ ഒരു കരടായി അവശേഷിച്ചു. എന്നാ അല്ലു പോയിക്കോ, എനിക്കിവിടെ വെയിറ്റ് ചെയ്യണം. എന്നാ പിന്നെ നമുക്കൊരു ഐസ്ക്രീം കഴിച്ചാലോ? ഏനോ, അതൊക്കെ പിന്നൊരിക്കലാകാം. അവൻ തിരിഞ്ഞ് നടന്നു കഴിഞ്ഞു. അവൾക്കത് വല്ലാത്ത ഇൻസൾട്ടായി. അവൾ ദേഷ്യത്തോടെ കാറിൽ കയറി ഡോർ വലിച്ചടച്ചു. നെക്സ്റ്റ് മന്ത് മനസമ്മതം നടക്കേണ്ട എന്നോടൊപ്പം ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ വയ്യ. അവൾക്ക് വേണ്ടി പൊരിഞ്ഞ വെയിലത്ത് കാത്തു കെട്ടിക്കിടക്കാം. അവളുടെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു. പിന്നെ ഫോണെടുത്ത് ഒരു നമ്പറിലേക്ക് വിളിച്ചു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവൾ വരുമ്പോൾ പുറത്ത് സംസാരിച്ച് നിൽക്കുന്ന ജെറിയും ഇഷാനും. അവളുടെ കണ്ണുകൾ ആരെയോ തേടി. അവളെ കണ്ടതും ജെറി ചിരിച്ചു. ഹായ് ജാൻ, എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, ഇത് നമുക്ക് സെറ്റാകില്ല ജെറി. എന്താ ജാൻ, ഇവിടെ വന്നില്ലേ? ഒരു കൊച്ചു തമ്പുരാട്ടി, അവരുടെ കമ്പനിയാണിത്. അവൾ വിളിച്ചു പറഞ്ഞു എനിക്ക് ജോലി തരരുതെന്ന്. വാട്ട്? അതേന്ന് ഞാൻ കേട്ടു എന്നത് അവർ അറിഞ്ഞിട്ടില്ല. പരമാവധി നാണം കെടുത്തി വിടാനായിരുന്നു തമ്പുരാട്ടിയുടെ ഉത്തരവ്. എന്നാലും സംഭവിക്കുന്നറിയാൻ ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കി. എന്നെ കൂടാതെ 4 പേരുകൂടി ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ. ലാസ്റ്റാണ് എന്നെ വിളിച്ചത്. ചോദിച്ചത് മുഴുവനുമോ എൻ്റെ ഡീറ്റെയിൽസ്, ആരാ എന്താ എന്നൊക്കെ അറിയാൻ. പിന്നെ ഒരുത്തന് ചെറിയൊരിളക്കം, അത് ഞാൻ മുറുക്കിയിട്ടുണ്ട്. പിന്നെ നല്ല 4 തെറിയും പറഞ്ഞിട്ട് ഞാനിങ്ങ് പോന്നു. ഇഷാൻ്റെ മുഖത്തേക്ക് നോക്കി. ജെറി ഇഷാൻ്റെ മുഖത്തേക്ക് നോക്കി. അവിടെ വലിഞ്ഞു മുറുകിയ ഭാവം. കൈകൾ മുഷ്ടി ചുരുട്ടി വച്ചിട്ടുണ്ട്. പല്ലുകൾ കൂട്ടിപ്പിടിച്ച് നിൽക്കുന്നു. പണി പാളി. ഇഷാൻ വേഗം മുന്നോട്ട് നടക്കാൻ തുടങ്ങി. എനിക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടണ്ട. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. കൂടുതൽ ഷോ എൻ്റെ കാര്യത്തിൽ വേണ്ട, അവൾ ഉറപ്പോടെ പറഞ്ഞു. ഇഷാൻ അവളുടെ കയ്യിൽ പിടിച്ച് തൻ്റെ നേർക്ക് തിരിച്ചു നിർത്തി. അവൻ്റെ ജ്വലിക്കുന്ന കണ്ണുകൾ. അവൾ പതറി. വാടി ഇങ്ങോട്ട്. അവളെ വലിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് കയറിപ്പോയി. ഇന്നെന്തെങ്കിലുമൊക്കെ നടക്കും. ജെറി ആത്മാ. 250 ലൈക്ക് തന്ന വൈകുന്നേരം ഒരു പാർട്ട് കൂടി തരാം. പക്ഷേ 250 കൂടിയാലും കുഴപ്പമില്ല. ഒരേ ഒരെണ്ണം കുറഞ്ഞ കൂടി പാർട്ട് തരില്ല. ലൈക്ക് തന്നവർക്ക് വേണ്ടി പാർട്ട് തരുമോ എന്ന ചോദ്യം നിരോധിച്ച വിവരം സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. അപ്പോൾ ചെറപറാന്ന് ലൈക്ക് തന്നു.
രാത്രി 7 or 8. അതിനൊരിടയ്ക്ക് പാർട്ടി കിട്ടിയിരിക്കും. വേണോ വേണ്ടയോ നിങ്ങൾ തീരുമാനിച്ചോളൂ.